അങ്ങനെ ഇന്നലെ ചാനലുകളൊക്കെ നോക്കിയപ്പോൾ നല്ല രസമല്ലേ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. സുഭാഷിതം ചാനൽ, ഡിജിറ്റൽ ചാനൽ, ഒരു കാര്യം, തലേ ദിവസം മുഖ്യധാര ചാനൽ, സാറ്റലൈറ്റ് ചാനലുകൾ വരുന്ന പ്രധാന വിഷയങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഒരു വീഡിയോ രാവിലെ ചെയ്യും, ബാക്കി വീഡിയോകൾ. അപ്പോൾ ഇന്നലത്തെ വിഷയം നോക്കിയപ്പോൾ എന്തൊരു രസമാണ്. പെട്ടെന്ന് ടടടട എന്നൊരു ശബ്ദം വരുന്നു, ഉടനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നു, ഉടൻ ഉണ്ണി ബാലകൃഷ്ണൻ ഇറങ്ങി ഓടുന്നു. ഒളിമ്പിക്സിൽ നമ്മളെ ഈ കായിക താരങ്ങൾ ഇറങ്ങി ഓടും പോലെ ഇറങ്ങി ഓടുന്നു. അല്ലെങ്കിൽ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കറെ പോലുള്ള ആളുകൾ ബാറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആരവമുണ്ടല്ലോ, അതുപോലത്തെ ഭയങ്കരമായ ശബ്ദമൊക്കെ ഇട്ട് DJ ഒക്കെ ഇട്ടു ആടി പൊളിയായിട്ട് വന്ന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് തുടങ്ങി. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഇവിടെ ആര് ചർച്ച ചെയ്തു? ഇവിടെ കുറച്ച് മാധ്യമങ്ങളും കുറേ പാവപ്പെട്ടവരും കുറേ ഓൺലൈൻകാരും ചർച്ച ചെയ്തല്ല. ഇവിടുത്തെ സാധാരണക്കാരൻ, ഇവിടെ അവർക്ക് വേറെ ഒരുപാട് പണിയുണ്ടെന്നേ. അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ, ഇവിടുത്തെ ആളുകൾക്ക് എന്താന്നേ. അവർക്ക് പട്ടിണിയും ദാരിദ്ര്യവും വെളിച്ചെണ്ണ ഇല്ലാത്തതും കഷ്ടപ്പാടും സ്ത്രീകളുടെ ബലാത്സംഗവും കുട്ടികളുടെ ബലാത്സംഗവും, അവർ 100,000 കാര്യങ്ങളിൽ വേറെ നാട്ടിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടെന്ന്. സർജിക്കൽ സ്ട്രൈക്ക്, ഉണ്ണി ബാലകൃഷ്ണൻ അടാ എന്ന് പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറഞ്ഞു. ജാതി, മതം, വർഗം, ഗോത്രം. അവസാനം ഇദ്ദേഹത്തിന് പിന്തിരിപ്പനായി 84-ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ പേര് ലോകം മുഴുവൻ വിശ്വ സാഹിത്യ രംഗത്തും വിശ്വ സിനിമ സാഹിത്യ മേഖലകളിൽ കൊണ്ടുപോയ അതുല്യനായ ഒരു കലാകാരൻ ഒരു സെൻറ്റൻസ് പറഞ്ഞതിനെടുത്ത് അലക്കി അടൂരെ ഗോപാലകൃഷ്ണ നീ ആരടാ, നായരാണോ നമ്പൂരിയാണോ എന്ന് പറഞ്ഞ് അലക്കി വെളുപ്പിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ. ഉടൻ തന്നെ നമ്മുടെ ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വരുന്ന ആങ്കർമാരായിട്ട് വരുന്നവർ കോട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാർ സുന്ദരികളായിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അവർ നല്ല ഒരു ആംബിയൻസിലാണ് വരുന്നത്. കാരണം അവർക്ക് അതൊരു നല്ല പരിപാടി, ഒരു സദ്യ വിളമ്പുന്ന ഒരു സന്തോഷമാണ്. അങ്ങനെ സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടിൽ ഇങ്ങനെ വന്ന് നമുക്ക് തുടങ്ങാം, സ്ത്രീ വിരുദ്ധൻ, ദളിത് വിരുദ്ധൻ, അങ്ങനെ വിരുദ്ധതയുടെ കഥയായി, ലോകവിരുദ്ധനായി, മത തീവ്രവാദിയായി, പാകിസ്ഥാൻ ചാരനായി, എല്ലാമായി ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങേര് അദ്ദേഹത്തിന് പറയാനിനൊന്നുമില്ലാതെ പോയി. ഉടൻ കുറച്ച് സ്ത്രീകൾ വന്നു, ഇത് പൊതുബോധമാണ് കേരളത്തിൻ്റെ, കാരണം പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. സർക്കാരിൻ്റെ പണം കൊടുക്കുന്നവർക്ക് പരിശീലനം കൊടുക്കണം, അങ്ങനെ എടുത്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ പണം കൊടുക്കാത്തവർക്ക് പരിശീലനം കൊടുക്കേണ്ട കാര്യമില്ല, അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. പക്ഷേ സർക്കാരിൻ്റെ പണം കൊടുക്കുന്ന പദ്ധതികളിൽ പരിശീലനം കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. മാത്രമല്ല, അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറയുന്നതിന് മുമ്പോട്ട് പറയുന്നുണ്ട്, അത് മൊത്തം വീഡിയോ കേൾക്കണം, മുമ്പോട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പട്ടികവർഗത്തിൽപ്പെട്ടവർ ഒരുപാട് പേര് സിനിമ എടുക്കുന്നു, അത് നല്ലതാണ്, അവരിൽ നിന്ന് കൂടുതൽ പേരുണ്ടാകട്ടെ, സ്ത്രീകൾ സിനിമ എടുക്കുന്നു, നല്ലതാണ്. പക്ഷേ സർക്കാർ പൈസ കൊടുക്കുമ്പോൾ അവർക്കൊരു പരിശീലനം കൂടെ കൊടുത്താൽ നല്ല സിനിമകൾ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെല്ലാം പറഞ്ഞ് വളരെ വളരെ മോശമാക്കി. അത് ഒരു വശത്ത്. അപ്പോൾ അത് അങ്ങനെ അടുത്ത ആൾ ഉടൻ പിന്നെ ഇന്നലെ എനിക്കൊന്ന് ഏഷ്യാനെറ്റ് ചാനൽ മാത്രമാണ് ഈ പ്രതികൾ മറ്റേ കൊടിസുനിയൊക്കെ മദ്യം കുടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക. പക്ഷേ ഏഷ്യാനെറ്റ് ചാനൽ അങ്ങനെ പറയുമ്പോൾ തൊട്ടു മുമ്പേ ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് അടിച്ചതുകൊണ്ടായിരിക്കും അവരുടെ ഈ പിന്നെ രാത്രി ചർച്ചയിൽ ഇത് വന്നില്ല. എന്തായാലും ഇന്നലെ എല്ലാ ചാനലുകളും നന്നായി ആഘോഷിച്ചു, ഭയങ്കര സുഖമായിരുന്നു. അവർ 2 സ്മാളൊക്കെ അടിച്ച് കുറച്ച് ചിക്കനൊക്കെ കഴിച്ച് നല്ല രാജ്യമായിട്ടുള്ളെങ്കിൽ ഒരു സദ്യയൊക്കെ കഴിച്ച് ഒരു സന്തോഷമായിരുന്നു. എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഒരു മനുഷ്യനെ, ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു വിശ്വ പൗരനെ, ഒരു കലാകാരനെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തൂങ്ങി, അദ്ദേഹം പിന്നെ വിശദീകരണമൊക്കെ തന്നല്ലോ, തൂങ്ങി ഓവളെന്ന് വിളിച്ചു. നമ്മളെ മീഡിയ 1-ലെ വേണു, നമ്മുടെ പണ്ടത്തെ മാതൃഭൂമിയിലുണ്ട വേണു, ഓവൾ എന്ന് വിളിച്ചു കളഞ്ഞു. 84 വയസ്സായില്ലേ അദ്ദേഹത്തിന്? അതേ അവളെന്നോ അവനെന്നൊക്കെ പറയട്ടെന്നേ, അശ്ലീലമൊന്നും പറഞ്ഞില്ലല്ലോ, തെറിയൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? ഭയങ്കര രസമായിരുന്നു, നമുക്കും കിട്ടി. അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ ചാനലുകളിൽ പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾക്കൊരു പീസ് കിട്ടിയത്, എല്ലിൻ കഷ്ണം ഞങ്ങൾക്കൊരു പീസ് കിട്ടി, ഡിജിറ്റൽ ചാനലുകാർക്കും. അവരും ആഘോഷിച്ചു. അതിനേക്കാൾ വലിയ ആഘോഷമായിരുന്നു ഫേസ്ബുക്കിൽ. ഓരോരുത്തർ കയറിയിട്ടങ്ങ് എടാ ഗോപാലകൃഷ്ണ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു സാമാന്യ മര്യാദയില്ല. അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനെ പറയുന്നതേ, അദ്ദേഹം പറയുന്നതിൽ വിയോജിപ്പായിക്കോട്ടെ, പക്ഷേ ആ ഭാഷ, അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നത് എന്താണ്? സൂര്യ തേജസ് പോലെയുള്ള മലയാളിയുടെ അഭിമാനമായി നിൽക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ശരി തെറ്റുകൾ ചർച്ച ചെയ്യണം, തീർച്ചയായിട്ടും ഒരു തർക്കമില്ല. അദ്ദേഹം ആരെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. പക്ഷേ അതിനെ ഇങ്ങനെയാണോ അലക്കി വെളുപ്പിച്ച് വല്ലാത്തൊരു തരം ഈ പിന്നെ എന്താണ് മരുഭൂമിയിൽ വല്ലാതെ വിശന്നിരിക്കുന്ന പിന്നെ മൃഗങ്ങളുടെ മുന്നിൽ എല്ലിൻ കഷ്ണം, മാംസമില്ലാത്ത മജ്ജയും മാംസമില്ലാത്ത എല്ലിൻ കഷ്ണം കിട്ടിയാൽ അതിനു വേണ്ടി കടിപിടി കൂടുന്നൊരു ലൈൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് സ്വപ്നത്തിലൊന്ന് കണ്ടു നോക്കിയേ, മനോഹരമായിരിക്കും. അതുപോലെ ഇന്നലെ ഓരോരുത്തരും
വന്ന് ചാടി വീണ് കംപ്ലീറ്റ് മതവും ജാതിയും സകലതും കൂടി കുത്തിവെച്ചിട്ടുണ്ട്. ആരുടെ പുറത്ത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ പുറത്ത്. അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് കിട്ടിയ പേര് ഒറ്റ ദിവസം കൊണ്ട് 84 വർഷത്തെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് മത തീവ്രവാദി, മതേതരത്വത്തെ തുകരംഗം വെച്ചവൻ, ഭരണഘടന എതിർത്തവൻ, ജാതി മത കോമരം, വർഗീയവാദി, സ്ത്രീ വിരുദ്ധൻ, ദളിത് വിരുദ്ധൻ, ഇങ്ങനെ തുടങ്ങി പോവുകയാണ്. കൊള്ളാം, ചാനലുകൾക്ക് നല്ല റേറ്റ് കിട്ടട്ടെ. എന്തായാലും സത്യം സത്യമായി നിൽക്കും. അദ്ദേഹം ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാർ പദ്ധതികൾ ആർക്ക് കൊടുത്താലും അതിൽ പരിശീലനം വേണം. പരിശീലനം കിട്ടുന്ന ആളുകൾക്ക് അത് നല്ലതാണ്. ഒരുപാട് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ സ്ത്രീകളും സിനിമ എടുത്ത് പരാജയപ്പെടുന്നു. അപ്പോൾ ഒരു ബിജുവോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ 1-2 പേര് വരുന്നു, അല്ലാതെ നൂറുകണക്കിന് ആളുകൾ പരാജയപ്പെടുന്നു. അവരൊക്കെ സഹായിക്കാൻ നല്ല പരിശീലനങ്ങൾ വരട്ടെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പരിശീലനം വേണ്ടെന്നൊരു ചോദ്യം ഡോക്ടർ ബിജുവിനെ പോലുള്ള ഉയർത്തുന്നുണ്ട്. ബാക്കിയുള്ളവർ പൈസ സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് അവർ പരിശീലനത്തിൽ വന്നാൽ അവരിൽ നിന്ന് ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുക. അതിപ്പോൾ തന്നെ പരിശീലനം ഉണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ. പക്ഷേ സർക്കാരിൻ്റെ പൈസ അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കും പരിശീലനം കൊടുത്തേ കഴിയൂ.